ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് യാചിക്കുന്ന കുട്ടികളെ കണ്ട് ഇന്നത്തെ ഗൾഫ് ന്യൂസിൽ കാണിക്കുന്നുണ്ട്. എന്താണ്, ഭക്ഷണത്തിന്റെ വണ്ടി വന്ന നേരത്ത് പാത്രം എടുത്ത് കുട്ടികൾ എന്താ പറയാ, ആ ഓടുന്ന രംഗമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, റംസാൻ മാസാണെന്നൊക്കെ ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മളൊക്കെ മക്കൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കുറവുകൾ വരുമ്പോൾ നമ്മൾ പറയും നമുക്ക് എന്താ പറയുക, കഷ്ടപ്പാടാണ്, ദുഃഖമാണ്. അവരൊക്കെ എന്ത് പറയണം? ആ മക്കളൊക്കെ എന്താ പറയേണ്ടത്? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് തല്ലുകൂടുകയാണ്. നമ്മൾ നോമ്പ് തുറക്കുന്ന നേരത്ത് നമ്മൾ എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കുന്നു. പക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് എന്താ കഴിച്ചൂടെ എന്നൊരു ചോദ്യം വരും. പക്ഷെ കഴിക്കണ്ടെന്നൊന്നും പറയണില്ല. എന്താ പറയാ, നമ്മളും ആലോചിക്കണം. നമ്മളെ പോലത്തെ നമുക്ക് വേണ്ടപ്പെട്ട പലരും പട്ടിണിയിലുണ്ട്, പട്ടിണി കിടക്കുന്നുണ്ട്, കഷ്ടപ്പാടുണ്ട് എന്നുള്ളത്. പക്ഷെ ഇന്ന് മുടി മുറിക്കാൻ സമ്മതിക്കാത്തതിന്റെ പേരിലും പിന്നെ ജീൻസ് ഇടാൻ സമ്മതിക്കാത്തതിന്റെ പേരിലും വീട് വിട്ടിറങ്ങി ഉമ്മയും ഉപ്പയും വേണ്ട എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലെത്തി. അപ്പോൾ മക്കൾക്ക് വിഷമം എന്താണെന്നുള്ളത് മനസ്സിലാവാത്തത് കൊണ്ടാണ് ആ ഉമ്മയും ഉപ്പയും ആ കുട്ടികളെ എത്ര കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കിയിട്ടുണ്ടാവും, എന്തെല്ലാം സഹിച്ചിട്ടുണ്ടാവും. ആ ഉപ്പന്റെ ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കാണ്. ചിലപ്പോൾ ഒരു കൂലിപ്പണിക്കാരനാവും, അല്ലാന്നുണ്ടെങ്കിൽ ഗൾഫുകാരനാവാം. എന്തായാലും അയാള് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ ഉമ്മയും ഉപ്പയും. എന്നിട്ട് ആ മക്കൾ ഇങ്ങനെ പറയുമ്പോൾ എവിടെ എത്തി നമ്മളെ ലോകം, എവിടെ ചെന്ന് അവസാനം? ശരിക്ക് ഏത് മതമാണെന്നുണ്ടെങ്കിലും ആ മതത്തിൽ പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കുട്ടികൾക്ക് അതിന്റെ അറിവ് കൊടുക്കാത്തതിന്റെ ഇതാണ് ഈ കാണിക്കുന്നത് എന്നാണ് എനിക്കൊക്കെ പറയാനുള്ളത്. എന്തായാലും എല്ലാ കുട്ടികൾക്കും എല്ലാ മക്കൾക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ. പടച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ.